ആവശ്യമായ ഉപകരണങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഞങ്ങളുടെ റിപ്പോർട്ടർ മിഥുൻ അയ്യപ്പന് 57,000 രൂപയുടെ ഉപകരണങ്ങളാണ് സ്വകാര്യ സർജിക്കൽസിൽ നിന്ന് വാങ്ങി നൽകേണ്ടി വന്നത്. ചെലവാക്കിയ പണം പിന്നീട് തിരികെ ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എങ്കിലും ഒരു വർഷം പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ല. 2024 മാർച്ച് മാസത്തിലാണ് കാൽമുട്ടിലെ ലിഗമെന്റ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. ഉടനെ ഡോക്ടർമാർ പറഞ്ഞു, സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളൊന്നും തന്നെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ല. ശസ്ത്രക്രിയ ഉടനെ നടത്തണമെങ്കിൽ ചില ഉപകരണങ്ങൾ പണം കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണം, ചിലത് വാടകയ്ക്കെടുക്കണം. 2024 മാർച്ച് 7 ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആകുന്നത്. 12 കാലിലെ ലിഗമെന്റ് സർജറി. ആയുഷ്മാൻ ഭാരതിന്റെയോ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെയോ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ യാതൊരു പദ്ധതിയും ആ സമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. സർജറി നടക്കണമെങ്കിൽ പുറത്തുനിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാടകയായും വിലയ്ക്കും വാങ്ങി നൽകണമെന്ന് ഓർത്തോ വിഭാഗം ഡോക്ടർമാർ പറഞ്ഞു. സർക്കാർ ഫണ്ട് ലഭിക്കാത്തതിനാൽ തങ്ങൾ നിസ്സഹായരാണെന്ന് അധികൃതർ കൈമലർത്തി. ശസ്ത്രക്രിയയ്ക്കായി പുറത്തുനിന്ന് വാങ്ങേണ്ട ലിസ്റ്റിലുണ്ടായിരുന്നത് ഗ്ലൗസും മാസ്കും അടക്കമുള്ള ഏറ്റവും അടിസ്ഥാന വസ്തുക്കൾ. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വാടക ഉൾപ്പെടെ ചെലവായത് 57,000 രൂപ. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കേണ്ട പ്രധാന ഉപകരണങ്ങൾ തുടങ്ങി സർജൻ ഗൗണും ഗ്ലൗസുകളും മാർക്കർ പെന്നും മോപ്പിൻ പാഡും അടക്കം ഒന്നും തന്നെ മെഡിക്കൽ കോളേജിലില്ല. എല്ലാത്തിനും സ്വകാര്യ ഇടപാടുകാരെ ആശ്രയിക്കണം. അതിന് ബന്ധപ്പെടേണ്ട സ്വകാര്യ സർജിക്കൽസിന്റെ നമ്പറും ഡോക്ടർമാർ തന്നെ നൽകും. ആകെ 57,000 രൂപയുടെ വസ്തുക്കൾ രോഗികൾ തന്നെ വാങ്ങി നൽകണം. ചെലവാക്കിയ പണം ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് ബാങ്ക് അക്കൗണ്ടിൽ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നടപടിയായില്ല. ഇത് ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ പ്രതിദിനം നിരവധി രോഗികളാണ് സർക്കാർ അനാസ്ഥയിൽ വഞ്ചിതരാകുന്നത്. ചെലവായ തുക സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈകാതെ തന്നെ തിരിച്ചു ലഭിക്കുമെന്നായിരുന്നു നൽകിയിരിക്കുന്ന വാഗ്ദാനം. പക്ഷേ ഒരു വർഷം പിന്നിട്ടിട്ടും ചില്ലി പണം പോലും തിരികെ ലഭിച്ചിട്ടില്ല. പരസ്യത്തിൽ പറയുന്നതല്ല യഥാർത്ഥ ആരോഗ്യ കേരളം. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം. മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യം വന്നില്ല, കാരണം മിഥുന്റെ അനുഭവം തന്നെയാണ് ഇതിലൂടെ പറഞ്ഞത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ സർക്കാർ ആശുപത്രികളിൽ തന്നെ ഇത്രത്തോളം ഒരു തീവട്ടിക്കൊള്ള നടക്കുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ പോലും, ഗ്ലൗസ് വരെ പുറത്തുനിന്ന് വാങ്ങി നൽകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയൊരു വീഴ്ചയാണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് എൻ്റെ തന്നെ അനുഭവമാണ് എന്നുള്ളതാണ് വീണ്ടും പുറത്തു പറയാനുണ്ടായ ഒരു കാര്യം, അല്ലെങ്കിൽ ഇതൊരു പുറത്തു വിടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഉണ്ടായിട്ടുള്ള പുതിയ വെളിപ്പെടുത്തലുടെയും എല്ലാം ഒരു അടിസ്ഥാനത്തിലാണ് അത് വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിനെ എപ്പോഴാണ് ആളുകൾ ആശ്രയിക്കാറ്, അത് പൂർണ്ണമായും ആരൊക്കെയാണ് ആശ്രയിക്കാറ് എന്ന് പറയുന്നത് പൂർണ്ണമായും സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളെ സ്വാഭാവികമായും ആശ്രയിക്കാറുള്ളത്. പക്ഷേ ഈ ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ 2024 മാർച്ച് മാസത്തിലായിരുന്നു സർജറിക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സമീപിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടർമാർ മിടുക്കരായിട്ടുള്ള ഡോക്ടർമാരാണ്. ഈ സർജറിക്ക്, ഈ ACL സർജറിക്ക് പേര് കേട്ട ഡോക്ടർമാരാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നമ്മൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സമീപിക്കുന്നത്. പക്ഷേ ഈ ഡിസ്ചാർജിന് മുമ്പ് തന്നെ ഡോക്ടർമാർ വ്യക്തമാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത് ആരോഗ്യ സുരക്ഷാ പദ്ധതികളൊന്നും തന്നെ സർക്കാരിൻ്റെ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ സർജറി നടത്തുകയാണെങ്കിൽ പൂർണ്ണമായും തുക രോഗി തന്നെ വഹിക്കണം. ഏതെങ്കിലും വസ്തുക്കൾ കുറഞ്ഞ ചിലവ് മാത്രമല്ല ഇതിനുണ്ടാകുന്നത്. ഏതാണ്ട് 60,000 രൂപയുടെ വസ്തുക്കൾ പുറമെ നിന്ന് വാങ്ങുകയോ വാടകയ്ക്കെടുക്കുകയോ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. 12-ാം തീയതിയായിരുന്നു സർജറി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മുമ്പ് ഏതാണ്ട് 2 ദിവസം മുമ്പ് തന്നെ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് നൽകുകയാണ് ഉണ്ടായത്. ആ ലിസ്റ്റിന് പുറകിൽ ബന്ധപ്പെടേണ്ട സ്വകാര്യ സർജിക്കൽസിൻ്റെ നമ്പറുകളും അവരുടെ റെപ്രസെൻറ്റേറ്റീവുകളുടെ നമ്പറും രേഖപ്പെടുത്തിയിരുന്നു. ഡോക്ടർമാർ തന്നെയാണ് ഇത് നൽകുന്നതും ഇവ ബന്ധപ്പെടണമെന്ന് പറയുകയും ചെയ്തത്. ഞാൻ കരുതിയത് സാധാരണ രീതിയിലുള്ള ഏതെങ്കിലും മരുന്നുകളായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം
വലിയ എക്യുപ്മെന്റുകളായിരിക്കാം ഇത്തരത്തിൽ പുറമേ നിന്ന് വാങ്ങണമെന്ന് നിർദ്ദേശിച്ചിരുന്നത് എങ്കിൽ ഞാൻ ആ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോപ്പിൻ പാഡ്, ഗ്ലൗസുകൾ, അതുപോലെ തന്നെ സർജൻ ഗൗൺ ഉൾപ്പെടെ ഈ പ്രധാനപ്പെട്ട സർജറിക്ക് ഉപയോഗിക്കുന്ന എല്ലുകൾ തുളയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രില്ലറുകളടക്കം ഇങ്ങനെ പുറമേ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കണമെന്ന് ഈ ലിസ്റ്റിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ ലിസ്റ്റ് പ്രകാരം സർജിക്കൽസിനെ സമീപിച്ചപ്പോൾ ഏതാണ്ട് 57,000 രൂപയാണ് അവർ പറഞ്ഞത്. ഈ തുക കൊടുത്ത് ഞാൻ സർജറി പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ ഈ ഘട്ടത്തിൽ എൻ്റെ ഡിസ്ചാർജ് കാർഡിൽ അവർ ഈ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഈ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സീൽ ചെയ്തിരുന്നു. ഒരു ഈ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് ഇത്തരത്തിൽ പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു വർഷവും കുറച്ച് മാസങ്ങളും ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഇതിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല, യാതൊരു വിധത്തിലുള്ള അറിയിപ്പുകളും ലഭിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പണവും ലഭ്യമായിട്ടില്ല. ഇതിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ പ്രവർത്തിക്കാത്തത് എന്ന് ആരാഞ്ഞപ്പോൾ ഡോക്ടർമാർ തന്നെ കൈമലർത്തുകയാണ് ചെയ്തത്. അവർ പറഞ്ഞത് കൃത്യമായി ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സർക്കാർ രോഗികൾ ഇത്തരത്തിൽ ആശുപത്രിയിൽ സർജറിക്കെല്ലാം വിധേയമാവുകയാണെങ്കിൽ ഈ പുറമേ നിന്നുള്ള വ്യക്തികളിൽ നിന്ന്, സ്വകാര്യ സർജിക്കലിൽ നിന്നെല്ലാം സാധനങ്ങൾ വാങ്ങി സർജറി പൂർത്തിയാകും. ഈ പണം രോഗികളിൽ നിന്ന് ഈടാക്കില്ല. പകരം ഈ സർജിക്കൽസിന് പണം നൽകുന്നത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സർക്കാരാണ്. ഈ സർക്കാർ ഈ ഫണ്ടുകൾ നൽകുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ഇവർ ഏതാണ്ട് കോടികളുടെ ഒരു കുടിശ്ശിക വന്നതോടുകൂടി ഇവർ ഈ സർജിക്കൽസ് ഈ സേവനം നൽകുന്നത് സൗജന്യമായി ഈ ഉപകരണങ്ങളെല്ലാം തന്നെ എത്തിച്ചു നൽകുന്നത് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് നിരവധി കോടികളുടെ ഒരു കുടിശ്ശിക വന്നതോടെ സർജിക്കൽസ് ആശുപത്രികളുമായുള്ള ഈ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ വസ്തുക്കളെല്ലാം തന്നെ വാടകയ്ക്കും മറ്റും നൽകുന്നത് നിർത്തി. അതുകൊണ്ട് തന്നെ തങ്ങൾ ആശുപത്രി അധികൃതർ നിസ്സഹായരാണ് എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ നമ്മോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു സർജറി നടത്തണമെങ്കിൽ പൂർണ്ണമായും അതാത് വ്യക്തികൾ തന്നെ പണം മുടക്കേണ്ട ഒരു അവസ്ഥയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഈ പണം തിരികെ റീഇംബേഴ്സ് ചെയ്യേണ്ട നടപടികളിലേക്കും നടന്നിട്ടില്ല, ഇതുവരെയായിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായ ജനങ്ങളാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഈ അവകാശവാദങ്ങളിലെയും ഈ പരസ്യങ്ങളുമെല്ലാം തന്നെ കണ്ട് സൗജന്യ ചികിത്സയെന്നെല്ലാം കണ്ട് എത്തുമ്പോൾ അതല്ല അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാകുന്നത്. പരസ്യത്തിൽ പറയുന്നതല്ല യഥാർത്ഥ ആരോഗ്യ കേരളം എന്ന് കൂടുതൽ വ്യക്തമാകുന്ന ഒരു അനുഭവം കൂടിയാണ്, ഇപ്പോൾ എൻ്റെ സ്വന്തം അനുഭവം കൂടിയാണ് ഈ വാർത്തയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. ശരി മിഥുൻ, എന്തായാലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ കൂടി ഏറെ ആശ്രയിക്കുന്ന ഇത്തരം സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നത് ഇതുതന്നെയാണ്. കാരണം 3 നേരം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ആളുകൾ, ആരോഗ്യ മേഖലയിൽ വലിയ വെട്ടിപ്പിടുത്തങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മികവേറിയ ചികിത്സ ഇവിടെയാണ് നൽകുന്നത് എന്ന് പറയുന്നവർ തന്നെ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായാലും ഇത്തരം ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ തുറന്നു കാട്ടുന്ന ചില സംഭവങ്ങൾ തുടരെയായി ഉണ്ടാകുമ്പോഴും നേതാക്കളെല്ലാം പറയുന്നത് അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല, ഇവിടെ നമ്പർ 1 കേരളം എന്ന് തന്നെയാണ്.